PSLV-C61 വിക്ഷേപണം പരാജയപ്പെട്ടു. ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായിരുന്നുവെങ്കിലും മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടായി. ഏതു കാലാവസ്ഥയിലും രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിന്റെ സുവ്യക്ത ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഉപഗ്രഹത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ PSLV-C61 കുതിച്ചുയർന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. There's a magnificent lift-off. The morning sky made brighter by the PSLV. EOS-09 on its journey to orbit. Ignited. The vibration of the rocket launch is indeed to the First stage performance is normal. प्रथम चरण का निष्पादन, सभी तंत्र पूरी तरह सामान्य कार्य करते हुए. Shar ground station currently tracking the launch vehicle and will continue to track till PSLV-C61 vehicle. Around 500. The vehicle is a 4-stage vehicle. First 2 stages performed as expected, and during the 3rd stage, it's a solid motor system. We are seeing observation. The motor pressure, there was a fall in the chamber pressure of the motor case, and the mission could not be accomplished. We are studying the entire performance. We shall come back at the earliest. കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമ്മൾ ഓരോ ഇന്ത്യക്കാരും അഭിമാനത്തോടെ ആ കുതിച്ചുയരുന്ന കാഴ്ച നോക്കിയിരിക്കുകയായിരുന്നു. ആദ്യ 2 ഘട്ടങ്ങൾ വിജയകരമായിരുന്നു. പക്ഷേ മൂന്നാം ഘട്ടത്തിലാണ് ദൗർഭാഗ്യവശാൽ ആ ഒരു പരാജയം സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇസ്രോ മേധാവി പറയുന്നത് വിശാൽ കം ബാക്ക് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഊർജ്ജവും. നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷേ എന്താണ് ഈ ദൗത്യത്തിൽ സംഭവിച്ചത് ശ്രീധരൻ? ജയലക്ഷ്മി, എത്ര തിരിച്ചടി ഉണ്ടായാലും അതിൽ നിന്നെല്ലാം വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് ISROയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചടിയാണ് എന്നുള്ള സംശയമില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും ഇനിയൊരു വീണ്ടും ഒരു കുതിപ്പിലേക്ക്, വിജയ കുതിപ്പിലേക്കുള്ള കാത്തിരിപ്പിലാണ് ISRO ഉള്ളത്. ഏതായാലും എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ ISRO വയ്ക്കും. അതാണ് അവരുടെ ഒരു രീതി. ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിശകലനങ്ങൾ നടക്കും. അതിനുശേഷം എവിടെയാണോ പരാജയം സംഭവിച്ചത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടായിരിക്കും അടുത്ത വിക്ഷേപണത്തിലേക്ക് ISRO പോവുക. ഏതായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ISRO ചെയർമാൻ്റെ തന്നെ വാക്കുകൾ കേട്ടു. ആദ്യ 2 ഘട്ടങ്ങളും പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു പോയത്, വിജയമായിരുന്നു. മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സോളിഡ് മോട്ടോർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ ചേംബറിലുണ്ടായ ഒരു മർദ്ദ വ്യതിയാനം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് അതിനുണ്ടായ സാങ്കേതിക തകരാറാണ് ഈ മിഷൻ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നതിന് കാരണമായത്. ഏതായാലും ഈ റോക്കറ്റും അതുപോലെ തന്നെ ഉപഗ്രഹവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇത് വീണ്ടും ഉള്ള ഒരു ലോഞ്ചിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ആ ഒരു പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയം കൈവരിക്കുന്ന ഒരു തീർച്ചയായിട്ടും നമ്മൾ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ ദൗത്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു EOS-9 പറ്റി പറയുകയാണെങ്കിലും ഏത് കാലാവസ്ഥയിൽ രാപ്പകൽ ഭേദമില്ലാതെ ഭൗമോപരിതലത്തിന്റെ സുവ്യക്ത ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള ഒരു ഉപഗ്രഹമായിരുന്നു. ശ്രീധരൻ, ഈ ഒരു ഉപഗ്രഹത്തിന്റെ സവിശേഷതകൾ, അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന് പ്രധാനപ്പെട്ടതായിരുന്നു എന്നുകൂടി പറയാൻ തോന്നുന്നു. ജയലക്ഷ്മി, ഇതൊരു ശ്രേണിയാണ്. ഈ റിസാറ്റ് എന്നുള്ളൊരു, അല്ലെങ്കിൽ EOS-9 എന്നൊക്കെയുള്ള ഒരു ശ്രേണി പെട്ട ഉപഗ്രഹങ്ങളാണ്. ഇതിന്റെ ഓൾറെഡി ഇത് ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ നമ്മൾ ഇതിനു മുൻപ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്നുള്ളതാണ് ഈ റിസാറ്റ് അല്ലെങ്കിൽ EOS-9 എന്നുള്ള ഈ ഒരു ഉപഗ്രഹം. ഇതിന്റെ ഏറ്റവും പ്രധാനം, നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും സുവ്യക്തമായിട്ട് നമുക്ക് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, റഡാറിന്റെ അത്രയും കൃത്യതയോട് കൂടിയിട്ടുള്ള ചിത്രങ്ങൾ, നമുക്ക് സാറ്റലൈറ്റ് ഇമേജുകൾ നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും പ്രധാനം, നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് ഈ ലോഞ്ചിന് ഇത്രയും പ്രാധാന്യം വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ അതിർത്തി കലുഷിതമായി സംഘർഷ സമാനമായിട്ടുള്ള സാഹചര്യം ആ സംഘർഷം അവിടെ ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ISROയ്ക്ക് സാധിച്ചിരുന്നു. സൈന്യത്തിന് അത് വളരെയധികം ഉപയോഗപ്രദമായിരുന്നു. ഈ അതിർത്തിയിലെ ഭീകരരുടെ നീക്കങ്ങളും അതിർത്തിയിലെ സേനകളുടെ വിന്യാസങ്ങൾ സംബന്ധിച്ച ചിത്രങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന റഡാർ സംവിധാനത്തിന്റെ കൃത്യതയോടുകൂടി നമുക്ക് ലഭിക്കാവുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു സൗകര്യമായിരുന്നു ഈ റിസാറ്റ് ശ്രേണിയിൽപ്പെട്ട. തീർച്ചയായിട്ടും ശ്രീധരൻ